ഭീരുക്കൾ പലതവണ മരിക്കുമ്പോൾ ധീരന്മാർക്ക് ഒരു മരണമേ ഉള്ളൂ എന്നുള്ളത് എത്ര വാസ്തവമാണ്. ഇറാനിലെ സുരക്ഷാ മേധാവി അലി ലാരിജാനിയും ഇസ്രായേലികളാൽ കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുന്നു. ഇതിനു മുമ്പ് പ്രബലരായ പല നേതാക്കളും അവരുടെ സുപ്രീം ലീഡർ തന്നെ, ആത്മീയ ലീഡർ തന്നെ, ആത്മീയതയ്ക്കും രാഷ്ട്രീയത്തിനും നേതൃത്വം കൊടുക്കുന്ന പരമോന്നത നേതാവ് തന്നെ സയനിസ്റ്റ് കരങ്ങളാൽ വധിക്കപ്പെട്ടു. ഇത്ര ലളിതമാണോ ഇറാനിലെ പ്രബലരെ നേതാക്കളെ കൊല്ലാൻ എന്ന് ലോകം ചിന്തിച്ചു പോകുന്ന അത്ര ലളിതമായിട്ടാണ്, ലാഘവത്തോടെയാണ് അവർ ഓരോരുത്തരും വധിക്കപ്പെട്ടത് എന്ന് കാണാം. കാരണം അവർ ഓരോരുത്തരും യുദ്ധമുഖത്ത് ബഹുജനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് യുദ്ധമുഖത്ത് ഉറപ്പിച്ചവരാണ് എന്നുള്ളതാണ് ഇതിലെ ഒരു കാരണം. രണ്ടാമത്, അവർക്കൊരു മരണം സുനിശ്ചിതമാണെന്ന് വിശ്വസിക്കുകയും ആ മരണം തൻ്റെ ദേശത്തിനും ജനതയ്ക്കും വേണ്ടി നല്ലൊരു കോസിന് വേണ്ടി, റീസന് വേണ്ടിയാണ് മരണം എന്നും വിശ്വസിച്ച് മരണത്തെ സ്വമേധയാ പുൽകാൻ തയ്യാറെടുത്ത് നടക്കുന്നവരുമാണ് അവർ. അവർക്കൊരു മരണമേ ഉള്ളൂ. അതേ സമയത്താണ് നമുക്ക് അവരുടെ എതിരിൽ വശത്ത് നിൽക്കുന്ന സയനിസ്റ്റുകളുടെ പരമോന്നത നേതാവിൻ്റെ മരിച്ചോ മരിച്ചില്ലേ, മരിച്ചില്ല മരിച്ചു തുടങ്ങിയ പ്രകടനങ്ങൾ കണ്ട് സഹതാപം തോന്നുന്നത്. നെതന്യാഹുവിന് എത്ര മരണമാണ്? അദ്ദേഹത്തിന്റെ എതിരാളികളായ ഇറാനിലെ നേതാക്കൾക്ക് പക്ഷേ ഓരോ മരണമേ ഉള്ളൂ. അത് അന്തസ്സോടെ അതനുസരിച്ചുള്ള മാന്യമായ സംസ്കരണങ്ങൾ എല്ലാം അവിടെ നടക്കുന്നു. അതേസമയത്ത് നെതന്യാഹുവിന് മാന്യമായി ഒന്നും മരിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ, അഥവാ മരിച്ചോ മരിച്ചില്ലെങ്കിൽ തൻ്റെ തെരുവുകളിലൂടെ ഒന്നും നടക്കാൻ കഴിയാത്ത വിധത്തിൽ ഉള്ളിൽ പോണ്ട ഗതികേടിലാണ് അദ്ദേഹം. അഥവാ മരിച്ചിട്ടുണ്ടെങ്കിൽ മാന്യമായ ഒരു സംസ്കരണം ലഭിക്കാത്ത അനാഥപ്രേതമായി അലയേണ്ട ഒരു അവസ്ഥയിലുമാണ് അദ്ദേഹം. ചില വിശ്വാസങ്ങൾ നിലവിലുണ്ട്. ദുർമരണം പ്രാപിച്ച ആത്മാക്കളെ വേണ്ട വിധത്തിൽ സംസ്കരിച്ചില്ലെങ്കിൽ അവർ സമൂഹത്തിൽ പല ജനങ്ങൾക്ക് പല കുഴപ്പങ്ങളും ഉപദ്രവങ്ങളും ഉണ്ടാക്കും എന്നൊരു വിശ്വസിക്കുന്ന ഒരു സമൂഹം നമുക്ക് കാണാം. അതിൽപ്പെട്ട ഒരു സമൂഹം തന്നെയാണ് ഏതായാലും സയനിസ്റ്റുകളുടേതും ആവാനേ വഴിയുള്ളൂ. കാരണം പിശാച്ചിനെ ഉപാസിക്കുന്നവരാണ് അവരിൽ അധിക പേരും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നതും അവരുടെ പ്രവൃത്തി കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതും. ഈ അർത്ഥത്തിൽ വേണം നമുക്ക് ഇറാനിലെ നേതൃത്വങ്ങളുടെ മരണങ്ങളും ഇസ്രായേലിലെ ഒരു നേതാവ് മരിച്ചില്ല എന്നുള്ള അഭിപ്രായ പ്രകടനങ്ങളും വാദപ്രതിവാദങ്ങളും വിലയിരുത്താൻ. ഇറാന്റെ സുരക്ഷാ സമിതി അധ്യക്ഷൻ അലി ലാരിജാനി ഇസ്രായേലികളാൽ കൊല്ലപ്പെട്ടു അത്രേ. 2 ദിവസം മുമ്പാണ് അദ്ദേഹം ടെഹ്റാനിലെ റാലിയുടെ മുമ്പിൽ, ജനങ്ങൾക്ക് മുമ്പിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് നടന്നു നീങ്ങിയിരുന്നത്. ആ ചിത്രം നമ്മൾ കണ്ടു. അതിൽ അദ്ദേഹത്തിന് തൊട്ടു പിന്നിലായി ഒരു ഇസ്രായേൽ ചാരൻ നടന്നുപോയിരുന്നു എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ചില വാർത്തകൾ കേൾക്കാനിടയായി. അതായത് ഇറാന്റെ ഓരോ പരമോന്നത നേതാക്കളുടെയും സമീപത്ത് തന്നെ ഇസ്രായേൽ മൊസാദ് ചാരന്മാരെ നിർത്തിയിട്ടുണ്ട്. അവരുടെ ഓരോ നീക്കങ്ങളും അവർ നിരീക്ഷിച്ചുകൊണ്ടേ ഇന്ന് അവരുടെ കേന്ദ്രത്തിലേക്ക് വിവരം എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഏതായാലും ഇറാനികൾക്ക് വേദനിക്കാനും അഭിമാനിക്കാനും വകയുണ്ട്. കാരണം ഒളിസങ്കേതത്തിലിരുന്ന് അവിടെ വെച്ച് വധിക്കപ്പെടുകയല്ലല്ലോ ചെയ്തത്. ജനമധ്യത്തിൽ നടന്നുകൊണ്ട് രാഷ്ട്രം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു യുദ്ധത്തിന് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കെ യുദ്ധമുഖത്ത് വെച്ചാണല്ലോ ഈ സമരനായകന്മാർ വധിക്കപ്പെടുന്നത് എന്നത് ഇറാനികൾക്കും വധിക്കപ്പെടുന്നവർക്ക് രക്തസാക്ഷിത്വത്തിന്റെ, ഷഹീദിന്റെ അഭിമാനവും രാഷ്ട്രത്തിലെ മറ്റ് അവശേഷിക്കുന്ന ജനങ്ങൾക്ക് അഭിമാനവും തോന്നുന്ന മരണങ്ങൾ തന്നെയാണ് ഇതെല്ലാം. അതേ സമയത്താണ് നമുക്ക് ഇസ്രായേലിന്റെ പരമോന്നത നേതാവിന്റെ മരിച്ചോ മരിച്ചില്ലേ, ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്ന കഥകളെക്കുറിച്ച് സഹതാപം തോന്നുന്നത്. പാവം നെതന്യാഹു താൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി എത്ര വീഡിയോകളാണ് അദ്ദേഹം ഇറക്കേണ്ടി വരുന്നത്, എത്ര ചിത്രങ്ങളാണ് അദ്ദേഹം ഇറക്കേണ്ടി വരുന്നത്. എന്നിട്ടും ജനമധ്യത്തിൽ വന്ന് ഇതാണ് ഞാൻ എന്ന് ചൂണ്ടിക്കാണിക്കാൻ നെഞ്ഞത്ത് തൊട്ട് അഭിമാനത്തോടെ പറയാൻ അദ്ദേഹത്തിനൊട്ട് കഴിയുന്നുമില്ല. ഏതോ അജ്ഞാത സ്ഥലത്തിരുന്നു കൊണ്ട് വീഡിയോകൾ ഇറക്കുകയാണ്. ഞാൻ മരിച്ചിട്ടില്ല, ആര് പറഞ്ഞു ഞാൻ മരിച്ചെന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഇറക്കേണ്ട ഒരു ഗതികേടിലാണ് അദ്ദേഹം. അഥവാ അദ്ദേഹം യഥാർത്ഥത്തിൽ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരു ഗതികെട്ട മരണം തന്നെയാണ് അദ്ദേഹത്തിൻ്റെത്.
കാരണം മാന്യമായ ഒരു ശവസംസ്കാരം, ഒരു ശവമടക്ക് അദ്ദേഹത്തിന് കിട്ടാതെ പോയി. അതല്ല, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇത്രയൊക്കെ ടെക്നോളജിക്കൽ സുപ്രീമസി ഉള്ള ഒരു രാജ്യമായിട്ടും ഇത്രയൊക്കെ വീരശൂര പരാക്രമികളാണെന്ന് ലോകത്തിന് മുമ്പിൽ തെറ്റായി ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടും ആ രാഷ്ട്രത്തിന്റെ തലവന് ഈ ഗതികേട്, തന്റെ രാഷ്ട്രത്തിന്റെ തെരുവീതികളിലൊന്ന് ഇറങ്ങി നടക്കാൻ പോലും കഴിയാത്ത വിധം എന്ത് സുരക്ഷയാണ് അദ്ദേഹത്തിനുള്ളത്? അദ്ദേഹം ഏത് അജ്ഞാത കേന്ദ്രത്തിലാണ്, ഏത് ഇരുട്ടറയിലാണ് ഒളിഞ്ഞിരിക്കുന്നത്? അങ്ങനെ ഒളിഞ്ഞിരുന്നു കൊണ്ട് അഥവാ മരിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ ഇറക്കേണ്ട ഗതികേട് എത്ര വലിയൊരു ഗതികേടാണ്. അഥവാ മരിച്ചിട്ടുണ്ടെങ്കിൽ മാന്യമായൊരു ശവമടക്ക് കിട്ടാതെ, ജനങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് അവസാനമായി കിട്ടേണ്ട ആദരാഞ്ജലികൾ പോലും സ്വീകരിക്കാനാവാതെ അവിടെ അദ്ദേഹം എവിടെ പോയി മറഞ്ഞു എന്തോ. ഏതായാലും ആ മനുഷ്യനെ കുറിച്ച് ഓർക്കുമ്പോൾ സഹതാപം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അയാൾ ജീവിച്ചിരിക്കുകയാണെങ്കിലും ശരി, മരിച്ചിട്ടുണ്ടെങ്കിലും ശരി, രണ്ടായാലും അദ്ദേഹം സഹതാപം അർഹിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ഭൂമിയിലെ നിങ്ങളുടെ മഹത്വം എന്ന് നമുക്ക് മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് ചിന്തിക്കാനും പാഠം ധാരാളമുണ്ട്. ഈ നെതന്യാഹുവിൻ്റെയും അയാൾ നേതൃത്വം കൊടുക്കുന്ന ആ സയനിസ്റ്റ് സമൂഹത്തിൻ്റെയും ജീവിത രീതികൾ നിരീക്ഷിക്കുന്നവർക്ക് ധാരാളം പാഠങ്ങൾ പഠിക്കാനുണ്ട് ഈ രീതിയിൽ. ഇസ്രായേലുകളാൽ വധിക്കപ്പെട്ട ഓരോ നേതൃത്വവും ജനമധ്യത്തിൽ ഇരുന്നു കൊണ്ടാണ് അവർ മരണത്തിന് കിടങ്ങിയത്, മരണത്തിന്റെ രുചി അറിഞ്ഞത്. അതേ സമയത്ത് മറുഭാഗത്താകട്ടെ ജനങ്ങളിലേക്ക് തിരിയാൻ പോലും പ്രയാസപ്പെട്ടുകൊണ്ട് സ്വന്തം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നടക്കാൻ പോലും പ്രാപ്തിയില്ലാത്തവർ, അവർ ഏതു തരം രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നടത്തിക്കൊണ്ടുപോകുന്നത്? ഏതു തരം റെജീമാണ് അവരുടേത്? അവരുടെ തന്നെ ജനങ്ങൾക്കിടയിൽ നിർഭയത്വത്തോടെ ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്ത ഒരു റെജീം. എത്ര മോശമാണെങ്കിലും ഇറാന്റെ റെജീം അവിടുത്തെ നേതാക്കൾക്ക് അവിടുത്തെ ജനങ്ങളുമായി മിങ്കിൾ ചെയ്ത് അവർക്കിടയിൽ ജീവിച്ചു മരിക്കാനുള്ള സൗകര്യമൊരുക്കുന്നു എന്നുള്ളതാണത്. ഒരാൾ ജീവിതം തകർന്നു പോയാലും, ജീവിതം നിരാശപ്പെടേണ്ട അവസ്ഥയിലാണെങ്കിലും മരണമെങ്കിലും മാന്യമായിരിക്കണം, സന്തോഷപൂർവമായിരിക്കണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. മുസ്ലിങ്ങൾ പൊതുവെ ഈമാനോടുകൂടിയുള്ള മരണം എന്നൊക്കെയാണ് പറയാറുള്ളത്. ഈമാനോടുകൂടിയുള്ള മരണം എന്ന് പറഞ്ഞാൽ അന്തസ്സുള്ള മരണം തന്നെയാണത്. ഷഹാദ് കൽമ ചൊല്ലിക്കൊണ്ട് മുസ്ലിം ആയിക്കൊണ്ട്, എന്താണ് മുസ്ലിം ആയിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ തലയെക്കെട്ടും താടിയുമായി മരിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഏറ്റവും സത്യത്തോട് പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് നീതിപൂർവവും ധാർമ്മികമായുമുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ട് മരിക്കുക എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ലോകത്തുള്ള മുഴുവൻ നശീകരണ പ്രവർത്തനങ്ങളും നടത്തിയ ശേഷം അങ്ങനെ മരിച്ചു പോകുന്നതിനെ മാന്യമായ മരണമായി മുസ്ലിങ്ങൾ കരുതാറില്ല. അതേ സമയത്ത് ഓരോ മതസമൂഹങ്ങളും ഓരോ വിശ്വാസി സമൂഹങ്ങളും ജീവിതം പരാജയപ്പെട്ടാൽ പോലും മരണമെങ്കിലും മോക്ഷത്തിനുള്ള ഒരു അവസരമൊരുങ്ങുന്ന തരത്തിലായിരിക്കണം എന്ന് മോക്ഷത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, പരലോകത്തെ അക്കൗണ്ടബിലിറ്റിയെക്കുറിച്ച്, ചോദ്യം ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് വേവലാതിപ്പെടുന്ന സമൂഹങ്ങളാണ് ലോകത്തെ ഒട്ടുമിക്ക സമൂഹങ്ങളും. അവരുടെ മതങ്ങളോ മതാചാരങ്ങളോ എന്തു തന്നെ ആവട്ടെ, അവരെല്ലാം അങ്ങനെ ജീവിതത്തിന്റെ ഒരു അന്ത്യമുണ്ടെന്നും ആ അന്ത്യത്തിന് ശേഷം ഒരു അവസ്ഥയുണ്ടെന്നും മനസ്സിലാക്കുന്നവരും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ ബന്ധപ്പെടുന്നവരുമാണ് മിക്ക സമൂഹങ്ങളും. ഈ അവസ്ഥയിലാണ് നമുക്ക് ഇവിടെയുള്ള സയനിസ്റ്റുകളെയും ചില തീവ്ര നിലപാടുകാരായ ഫാസിസ്റ്റുകളെയും കാണേണ്ടത്. ഈ ഫാസിസ്റ്റുകളോ ഈ സയനിസ്റ്റുകളോ മറ്റ് തീവ്ര നിലപാട് കൊണ്ട് ലോകത്തെ ബുദ്ധിമുട്ടിച്ച ഒരുത്തരും പോലും മാന്യമായ ഒരു പരലോക വിശ്വാസം പുലർത്തുന്നവരല്ല. അവർ മോക്ഷത്തിലോ ജീവിതശേഷമുള്ള മറ്റൊരു ജീവിതത്തിലോ ഒരു ചോദ്യം ചെയ്യപ്പെടലിനെ കുറിച്ചോ ഒരു അക്കൗണ്ടബിലിറ്റിയെ കുറിച്ചോ ബോധവാന്മാരല്ല എന്നുള്ളതാണ് സത്യം. അവർക്ക് ദൈവത്തിലോ പിശാച്ചിലോ ഒന്നിനും തന്നെ വിശ്വാസവുമില്ല. പക്ഷെ അവർ പ്രവർത്തിക്കുന്ന മുഴുവൻ പൈശാചിക പ്രവർത്തികളായിരിക്കും. വിശ്വാസത്തിനും മറ്റുള്ളവരെ ധരിപ്പിക്കാനും വേണ്ടി അവർ ചില പൈശാചിക ആരാധനകൾ കൊണ്ടു നടക്കുന്നവരുമായിരിക്കും. സയനിസ്റ്റുകളുടെ കാര്യത്തിൽ നമുക്കത് അറിയാവുന്നതാണ്. അവർ യഹോവയെ പറ്റിയും വേദഗ്രന്ഥങ്ങളെപ്പറ്റിയും ബൈബിളിലെ അവരെക്കുറിച്ചുള്ള പരാമർശങ്ങളെക്കുറിച്ചും വലിയ വാചാലത കാണിക്കുമെങ്കിലും അവർ ആരാധിക്കുന്നത് കൊമ്പുള്ള മൃഗതുല്യമായ ഒരു പിശാചിനെയാണെന്ന് പരക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അതിന്റെ വസ്തുത അത് വിശ്വാസയോഗ്യമാണെന്ന് തോന്നുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്ത് കാണാറുമുണ്ട്. കാരണം കൊച്ചു കുഞ്ഞുങ്ങളെ നിഷ്കരണം വധിച്ചു കളയുന്ന ഒരു സമൂഹമാണ് സയനിസ്റ്റുകളുടേത്. അതിൽ നിന്ന് തന്നെ അവർ മാന്യനായ സ്നേഹനിധിയായ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ല എന്ന് വിശ്വസിക്കാൻ വലിയ പ്രയാസമില്ല.
വേദങ്ങളെക്കുറിച്ചും വേദങ്ങളെക്കുറിച്ചും വേദങ്ങളിൽ അവരെക്കുറിച്ചുള്ള പരാമർശങ്ങളെക്കുറിച്ചും അഭിമാന പുളകിതരാകുന്ന വാഗ്ദത്ത ഭൂമിയെക്കുറിച്ചും സവിശേഷ സമൂഹമാണെന്നുള്ള അവകാശവാദങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെയാണ് അവർ പ്രാഥമികമായ ദൈവവിശ്വാസത്തെ പോലും സ്പർശിക്കുന്നവരല്ല. പ്രാഥമിക അവസ്ഥ പോലും അവർ എത്തിച്ചേർന്നിട്ടില്ല. അവർ ഇന്നും പൈശാചികതയുടെ അതിൻ്റെ കൊടൂരമായ ക്രൂരമായ ഭീകരമായ അവസ്ഥയുടെ ഉപാസകരാണ് ഈ സയനിസ്റ്റുകൾ എന്നുള്ളതിന് അവരുടെ പ്രവർത്തനങ്ങളും ഇന്നേ വരെയുള്ള പ്രവർത്തനങ്ങൾ ദൃക്സാക്ഷിയാണ്, സാക്ഷ്യം വഹിക്കുന്നു എന്ന് കാണാം. ഈ അവസ്ഥയിൽ വേണം നമുക്ക് വിശ്വാസികൾക്ക്, അവരും വിശ്വാസികളാണ്, നമ്മളും വിശ്വാസികളാണ്, മറ്റവരും വിശ്വാസികളാണ് എന്ന് കരുതണ്ട. ഒരിക്കലും ഒരു ക്രൂരനും അക്രമിയുമായ ഒരു വ്യക്തി വിശ്വാസിയേ അല്ല. അവർ വിശ്വാസികളല്ല. അവർ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് വിശ്വാസികളെ കബളിപ്പിക്കുകയാണ്. വിശ്വാസികളുടെ ഇടയിൽ സ്വീകാര്യത ലഭിക്കാൻ വേണ്ടി അവർ വിശ്വാസത്തിന്റെ ഭാവഹാവാദികൾ കാണിച്ചു കൂട്ടുകയാണ്. അതല്ലാതെ അവർക്ക് വിശ്വാസത്തിന്റെ പ്രാഥമിക പാഠങ്ങൾ പോലും അറിയില്ല. അറിഞ്ഞാൽ തന്നെ അത് അംഗീകരിക്കുന്നവരുമല്ല അവർ എന്നുള്ളതാണ് അവരുടെ രീതി. ഏതായാലും നെതന്യാഹു ജീവിച്ചിരിപ്പുണ്ടെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിലും സഹതാപമർഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് എന്ന് യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാനാവും. മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും അയാൾക്കൊരു ശവസംസ്കാരം ഒരുക്കുക. യഹൂദ ശവസംസ്കാര ക്രിയകൾ വളരെ ലളിതവും വളരെ വളരെ മാന്യവും ഉയർന്ന രീതിയിലുള്ളതുമാണ്. അത് യഹൂദയുടേത്. ഞാൻ സയനിസ്റ്റുകളുടെ കാര്യമാണ് പറയുന്നത്. നെതന്യാഹു യഹൂദനായി ജനിച്ച് സയനിസ്റ്റായി വളർന്ന് ജീവിച്ച് അകാലത്തിലെന്ന് പറഞ്ഞുകൂടാ, കാലഹരണപ്പെട്ട ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെത്. ഏതായാലും മരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മാന്യമായ ഒരു സംസ്കാരം നൽകുക യഹൂദരെ. അതല്ല, മരിച്ചിട്ടില്ലെങ്കിൽ മാന്യമായി ധൈര്യമായി ആണുങ്ങളെപ്പോലെ പുറത്തിറങ്ങി ജെറുസലേമിന്റെ തെരുവുകളിൽ, ടെൽ അവീവിന്റെ തെരുവുകളിൽ നടക്കാൻ പറയുക ആണുങ്ങളെപ്പോലെ. അങ്ങനെ ഇറാനിലെ നേതാക്കളെ നോക്കി അവരെ പോലെ മരിച്ചു വീഴാൻ പറയുക. യുദ്ധമുഖത്ത് യുദ്ധം ചെയ്തുകൊണ്ട് പോരാടിക്കൊണ്ട് പോരാളിയായി മരിച്ചു വീഴാൻ അയാൾക്കൊരു അവസരം കൊടുക്കുക. എവിടെയോ ഒളിച്ചിരുന്ന് ഞാൻ ഇനിയും മരിച്ചിട്ടില്ലേ എന്നും പറഞ്ഞ് വീഡിയോകൾ ഇറക്കാനും ഫോട്ടോകൾ ഇറക്കാനും മെനക്കെടുന്ന സമയം കൊണ്ട് മാന്യമായി ഒരു ദിവസമെങ്കിലും ടെൽ അവീവിൽ അതിന്റെ തെരുവുകളിൽ നടന്ന് ഇറാന്റെ മിസൈലുകളേറ്റ് മരിക്കാൻ അദ്ദേഹത്തിന് ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.